ലെൻസാണ്. മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമാണ് ഏരൂർ TCCയിൽ ഉദ്യോഗസ്ഥനായിരുന്ന H. ബാലകൃഷ്ണ കാമത്തിന്റെയും ഭാര്യ ജയ കാമത്തിന്റെയും ജീവിതം. 5 മാസം മുന്നേ ജയ കൊച്ചിയിൽ 5 സെന്റിലെ വീട്ടിൽ തുടങ്ങിയ HBK മ്യൂസിയത്തിൽ 50ലേറെ വർഷത്തെ സിനിമാ ചരിത്രമുണ്ട്. 1972 ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്ന് കയറിയത്. ഇത് ഹസ്ബൻഡിന്റെ വീടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ബാലകൃഷ്ണ കാമത്ത് എന്നാണ്. പൊതുവേ സിനിമയോടൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അതിങ്ങനെ വളരെ ഉള്ള ആൾക്കാർ കൊണ്ടുചെന്ന് കാണിച്ചാൽ കൂടുതൽ ആൾക്കാരിലേക്ക് അതിൻ്റെ സ്വാധീനം വരുമല്ലോ എന്നുള്ള ചുറ്റുപാടിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഒരു സുഹൃത്തുമായിട്ടുള്ള ഇതിൽ ബന്ധത്തിൽ ഇങ്ങനെ തുടങ്ങിയതാണ് രണ്ടുപേരുമായിട്ട്. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് മാറി. 1972 വിവാഹം കഴിച്ച നാൾ മുതൽ 2015 ഭർത്താവ് മരിക്കും വരെ താമസിച്ച ഈ വീട്ടിൽ സത്യൻ, പ്രേം നസീർ, മുത്തയ്യ, തിക്കുറിശി തുടങ്ങിയ പ്രതിഭകളുടെ സാന്നിധ്യം അറിയാം. ഇതൊരു ഫിലിം കാറ്റലോഗാണ്. 1960 മുതൽ 85 വരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളുടെ എല്ലാ സിനിമകളും അല്ല, അങ്ങനത്തെ കുറേയധികം മലയാള സിനിമകളുടെ കാറ്റലോഗാണിത്. ഇതിൽ ഉള്ളത് ഫിലിമിൻ്റെ പോസ്റ്റർ ഉണ്ടാവും, പിന്നെ സിനോപ്സിസ് ഉണ്ട്, പിന്നെ പാട്ടുകളുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഇവിടെ വരുന്ന ആളുകൾ സിനിമകൾ പണ്ട് ബുക്ക് ചെയ്യാൻ വന്നിരുന്നത്. അതെല്ലാം കാണിച്ചിരുന്നത് ഇവരെ ജയ കാമത്തും ബാലകൃഷ്ണ കാമത്തും അടങ്ങിയ ടീമായിരുന്നു അന്ന്. പരസ്യങ്ങൾ വരും, ഇനി ഉടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ സിനിമകളുടെ പരസ്യങ്ങൾ. കൊച്ചിയുടെ മരുമകളായ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി ജയയെക്കുറിച്ച് 71 വയസ്സിൽ സിനിമ ഇറങ്ങുകയാണ്. ക്യാമറാമാനും ഡോക്യുമെന്ററി സംവിധായകനുമായ എളമക്കര സ്വദേശി VK സുഭാഷിന്റെ ആദ്യ ഫീച്ചർ സിനിമയാണിത്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് 100 ഫീറ്റേ ഉള്ളൂ, 400 ഫീറ്റിൻ്റെ റോളാണ്.